Good afternoon all. Good afternoon, Miss. Good afternoon, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറഞ്ഞൊരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ വായിച്ചു. ദെൻ ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച് വരുന്ന ഡിഫറെന്റ് ടൈപ്പിലുള്ള ഗ്യാസസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. മെഡിക്കൽ എയർ മാത്രമാണോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഫസ്റ്റ് മെഡിക്കൽ എയർ മാത്രമാണോ? ഓക്സിജൻ പറഞ്ഞായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർക്കുന്നുണ്ടോ? മെഡിക്കൽ എയർ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ആണോ? CO2 പറഞ്ഞു. ഓക്കെ. അപ്പോ മെഡിക്കൽ എയറും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെയാണല്ലോ. ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. അപ്പോ ടൈപ്സ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റലില് ഫസ്റ്റ് മെഡിക്കൽ ഗ്യാസ് ആണ് നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എയർ. മെഡിക്കൽ എയറിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഒരു ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ ആണ്. അതുപോലെ തന്നെ it is free of pollution and the particles has no oil or no odors. Notes ഏതിന്റെ നോട്ട്സ്? എക്യുപ്മെന്റിന്റെ ആണോ? എക്യുപ്മെന്റ് തരാം കേട്ടോ, ഇന്ന് അടുത്ത ക്ലാസ്സിൽ തരാം. കാരണം എന്തായാലും തരാം, പേടിക്കണ്ട കേട്ടോ. ഇന്ന് കുറച്ച് പിക്ചേഴ്സുകളൊക്കെ ഒന്ന് കാണിക്കാനുണ്ട്. പക്ഷെ നമുക്ക് ടൈം കിട്ടുമെന്ന് അറിയില്ല. നോട്ട് എന്തായാലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, പേടിക്കേണ്ട തരാം. അപ്പൊ മെഡിക്കൽ എയറിൽ നമ്മൾ പറഞ്ഞത് അത് എന്താണ്, കംപ്രസ്ഡ് ചെയ്തിട്ടുള്ള ഒരു എയർ ആണ്. അതുപോലെ തന്നെ പൊല്യൂഷൻസ് ഒന്നുമില്ല, പൊടിപ്പടലങ്ങളില്ല, അതുപോലെ തന്നെ എന്താണ് ഓയിൽ ഇല്ല, അതുപോലെ തന്നെ സ്മെല്ലൊന്നുമില്ല. ഓർമ്മിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. ഓക്കെ. ദെൻ എന്താ നമ്മൾ പറഞ്ഞു എമർജൻസി ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻസിന് കംഫോർട്ട് ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ എയർ ഉപയോഗിക്കാം. ദെൻ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ അല്ലെ. അപ്പൊ നമുക്കറിയാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എവറി ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത്. മെയിൻലി റെസൂസിയേഷൻ ആൻഡ് ഇൻഹലേഷൻ തെറാപ്പി. റെസൂസിയേഷനും വെന്റിലേറ്ററിലും മറ്റും ഇൻഹലേഷൻ തെറാപ്പിക്കൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. It can be used for medical conditions like COPD, cyanosis, shock, hemorrhage, carbon monoxide poisoning, trauma, cardiovascular and respiratory arrest, resuscitation and life support. Medical conditions underline ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് മെഡിക്കൽ ഗ്യാസ് ആണ് അടുത്തത് നോക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. നമുക്കറിയാം ശരീരത്തിൽ അളവിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. അണ്ടർലൈൻ ചെയ്യാം, ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് എന്ന് അറിയപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇൻസഫ്ലേറ്റിംഗ് എന്ത്? ഇൻസഫ്ലേറ്റിംഗ് മീൻസ് ഇൻസഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇങ്ങനെ വീർപ്പിക്കുക അല്ലെങ്കിൽ ഊരി വീർപ്പിക്കുക, അല്ലെങ്കിൽ നമ്മള് സ്കാൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വയറ് വീർപ്പിക്കും ചിലപ്പോ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ. അതായത് വീർപ്പിക്കുമ്പോൾ നമ്മൾക്കുള്ളിലുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടി. കാർബൺ ഡൈ ഓക്സൈഡ് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ചെയ്തു. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കാം കേട്ടോ. Carbon dioxide is used for insuflating medical gas for less invasive surgeries, laparoscopy, arthroscopy, endoscopy, cryotherapy. അല്ലെ. നമ്മൾ പറഞ്ഞു എല്ലാ ടൈപ്പ് സ്കോപ്പികൾക്കൊക്കെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മീൻസ് രണ്ട് ക്ലാസ്സുകളാണല്ലേ കുറച്ചൊക്കെ ഈ മാർക്ക് പോകും. മീൻസ് എവിടെയാണ് നിർത്തിയത് ചിലപ്പോൾ ആ ക്ലാസ്സിൽ എത്രത്തോളം എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ അതാണ് പറയാണ്ട് നിങ്ങളൊപ്പം തന്നെ. ഓൾസ്കോപ്പി എല്ലാ സ്കോപ്പികളും വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദെൻ ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ്. ഓക്കെ. ഇൻസഫ്ലേറ്റിംഗ് മെഡിക്കൽ ഗ്യാസ് ആണ്. ദെൻ എല്ലാ സ്കോപ്പികളൊക്കെ വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡിലാണ്. നെക്സ്റ്റ് വൺ നോക്കാം. നൈട്രജൻ.
ഫോർത്ത് മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രജൻ. അത് മെഡിക്കൽ ലിക്വിഡ് നൈട്രജൻ ആണ്. നൈട്രജൻ എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലിക്വിഡ് ആണ്. നോക്കാം. Nitrogen is a medical gas used for cryosurgery. Underline ചെയ്യാം. Nitrogen is medical gas used for cryosurgery. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ക്രയോതെറാപ്പി വരുന്നുണ്ട്. ക്രയോതെറാപ്പി വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത്. ക്രയോതെറാപ്പി വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ക്രയോ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നൈട്രജൻ വരുന്നത്. നോക്കാം. നൈട്രജൻ ഈസ് മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി ടു റിമൂവ് സം ക്യാൻസേഴ്സ് ആൻഡ് സ്കിൻ lesions and also for the storage of tissues, cells and blood in cryogenic temperature to avoid oxidation of the samples. എന്താണ് പറയുന്നത്? അതായത് ഈ നൈട്രജൻ എന്നുള്ള ഒരു മെഡിക്കൽ ഗ്യാസ് ക്രയോ സർജറിക്ക് വേണ്ടിയിട്ട്, ക്രയോ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ ബാധിച്ചിട്ടുള്ള കലകൾ, ടിഷ്യൂകൾ അല്ലെ, ഇപ്പൊ സ്കിന്നില് അതായത് രോഗബാധിതമായിട്ടുള്ള ക്യാൻസർ ഒക്കെ ബാധിച്ചിട്ടുള്ള കലകൾ, ടിഷ്യൂസുകൾ, ഇപ്പൊ രോഗബാധിതമായിട്ടുള്ള ആ ഒരു ടിഷ്യൂകളെയൊക്കെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ നൈട്രജൻ ഉപയോഗിക്കുന്നത്. ലേസൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവുകൾ, ഓക്കെ, ഇപ്പൊ ലേസൻസ് മുറിവുകൾ ഇവയെല്ലാം അതായത് സ്കിന്നിലുള്ള നമ്മുടെ ടിഷ്യൂസിലുള്ള രോഗബാധിതമായിട്ടുള്ള ടിഷ്യൂസുകളെ കലകളെയൊക്കെ നശിപ്പിക്കാനാണ് നമ്മൾ നൈട്രജൻ മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നത്. Blood in cryogenic temperature to avoid oxidation of the samples. അതായത് നമ്മൾ ഈ ടിഷ്യൂസുകളെ നശിപ്പിക്കുന്നത് ടെമ്പറേച്ചേഴ്സിലാണ്, അതായത് ഭയങ്കര ഫ്രീസ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ ടിഷ്യൂകളെ നശിപ്പിക്കുന്നത്. ഒരു ഏകദേശം ഒരു -60 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ ഫ്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ടിഷ്യൂസിനെ നശിപ്പിക്കുന്നത്, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നൈട്രജൻ എന്നുള്ളൊരു മെഡിക്കൽ ഗ്യാസ്. ക്രയോ സർജറി ആലോചിക്കാം. മാറിപ്പോകരുത്. ക്രയോതെറാപ്പി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ക്രയോ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ ആണ്. ഓക്കെ, അത്രയൊന്നും ആലോചിക്കാം. അത് ഇമ്പോർട്ടന്റ് ആണ്. ക്രയോ സർജറി. It can also be used as a part of a medical gas mixture for lung function test. Underline ചെയ്യാം. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ആണ് അത്. It can also be used as a part of medical gas mixture for lung function test. ശ്വാസകോശത്തിന്റെ ഫങ്ഷൻസിന്റെ ടെസ്റ്റ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിൽ നടത്തുന്ന ടെസ്റ്റില് നമ്മൾ ഈ മെഡിക്കൽ ഗ്യാസിന്റെ മിക്സ്ചർ ആയിട്ട് നമ്മൾ നൈട്രജൻ എന്നുള്ളൊരു മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. ലങ് ഫങ്ഷൻ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറയുന്നത്. അതില് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ അതില് രണ്ട് പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ക്രയോ സർജറി, അതുപോലെ ലങ് ഫങ്ഷൻ ടെസ്റ്റ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലങ് ഫങ്ഷൻ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന മെഡിക്കൽ ഗ്യാസ് ഏതാണ്? ഓക്കെ, Nitrogen as a gas used to power tools in place where they do not have instrument air. അതായത് പവർ ടൂൾ ആയിട്ട് നമുക്ക് നൈട്രജൻ ഉപയോഗിക്കാവുന്ന പവർ മീൻസ് മെഡിക്കൽ ഡിവൈസുകളിലുള്ള പവർ ടൂൾ ആയിട്ട് നൈട്രജനെ നമുക്ക് ഉപയോഗിക്കാം. Then most of time it comes from a multiple of cylinders and is piped under pressure with an alarm systems at the source and on the use site. അതുപോലെ തന്നെ ഈ മെഡിക്കൽ അല്ലെങ്കിൽ നൈട്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, പവർ ടൂൾ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മിക്കപ്പോഴും ഇത് മൾട്ടിപ്പിൾ സിലിണ്ടേഴ്സ്, ഒന്നിലധികം സിലിണ്ടറുകളിൽ നിന്നോ അങ്ങനെയാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് പൈപ്പ് ലൈനിൽ കൂടി എത്തുന്നത് ഒന്നിലധികം സിലിണ്ടറുകൾ വഴിയാണ് നൈട്രജൻ ഗ്യാസ് എത്തുന്നത്. അതുപോലെ തന്നെ അതില് അലാം സിസ്റ്റം ഒക്കെ ഉണ്ട്. അലാം സിസ്റ്റം അതിന്റെ പ്രഷർ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആ ഗ്യാസ് സിലിണ്ടറിൽ അലാം സിസ്റ്റം ഒക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വേരിയേഷൻസ് മർദ്ദത്തിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അലാറം സിസ്റ്റംസും അതിൽ നമ്മൾ ഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു നൈട്രോജൻ സിലിണ്ടറിൽ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അണ്ടർലൈൻ ചെയ്യാം. ക്രയോ സർജറി അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. മെഡിക്കൽ ഗ്യാസ് നൈട്രജൻ ഈസ് എ മെഡിക്കൽ ഗ്യാസ് യൂസ്ഡ് ഫോർ ക്രയോ സർജറി അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, it can also be used as part of medical gas mixture for lung function test. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യാം.
ലങ് ഫങ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നൈട്രജൻ എന്ന് പറഞ്ഞുള്ള മെഡിക്കൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാം. പ്രീവിയസ് ആണ് അത് ചോദിച്ചിട്ടുണ്ട്. ലങ് ഫങ്ഷൻ ടെസ്റ്റിന്റെ മെഡിക്കൽ ഗ്യാസ് ഏതാണെന്ന്. പവർ ടൂൾ ആയിട്ട് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഉപയോഗിക്കാം എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. അതിലെ മെയിൻ പോയിന്റ് ലങ് ഫങ്ഷൻ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ബാക്കി പഠിക്കില്ല എന്നല്ല പറയുന്നത്. നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പ്രീവിയസ് നമ്മൾ ചോദിച്ചിട്ടുള്ളതൊക്കെ നിങ്ങളോട് പറയാറ്. അപ്പൊ അതിൽ കുറച്ചൊന്ന് സ്ട്രെസ് എടുത്തൊന്ന് വായിക്കാം. ഓക്കെ, ബാക്കി നമ്മൾ വായിക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഒരു വട്ടം നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിൽ നോക്കുമ്പോൾ ആ ഓപ്ഷൻസ് കാണുമെങ്കിലും എവിടെയോ വായിച്ചതായിട്ടെങ്കിലും ഒരു ഓർമ്മ കിട്ടും. അത് വായിക്കാതെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ നൈട്രജൻ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഗ്യാസ് ആണ് നമ്മൾ നോക്കിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അത് ഒന്ന് വായിച്ചു നോക്കാം, ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. നൈട്രജന്റെ കളർ ബ്ലാക്ക് കളർ ആണ് കേട്ടോ. ബ്ലാക്ക് കളർ നമുക്ക് ടേബിള് വരുന്നുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഇതിനൊപ്പം പഠിച്ചു പോകാം. നൈട്രജൻ ബ്ലാക്ക് കളർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു ഗ്രേ കളർ ആണ്. വായിച്ചു നോക്കാം കേട്ടോ, ഒരു പ്രാവശ്യം ഒന്ന് വായിക്കാം. കളറ് ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത മെഡിക്കൽ ഗ്യാസ് നോക്കാം. ഫിഫ്ത്ത് വൺ നൈട്രസ് ഓക്സൈഡ്. സിമ്പിൾ ആയിട്ടുള്ള മെഡിക്കൽ ഗ്യാസ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നോക്കാം. കാരണം നൈട്രസ് ഓക്സൈഡ് ഈസ് എ മെഡിക്കൽ ഗ്യാസ് കോമൺലി നോൺ ആസ് ലാഫിംഗ് ഗ്യാസ്. അപ്പോ ഒരു മെഡിക്കൽ ഗ്യാസ് ആണ്, അതിനറിയപ്പെടുന്നത് ലാഫിംഗ് ഗ്യാസ് എന്നാണ്. മെഡിക്കൽ ഗ്യാസ് അറിയപ്പെടുന്നത് ലാഫിംഗ് ഗ്യാസ് എന്നാണ്. അതായത് പേരിട്ടേക്കാണ് ചിരിക്കുന്ന വാതകം എന്നാണ് ഈ നൈട്രസ് ഓക്സൈഡ് അറിയപ്പെടുന്നത്, ലാഫിംഗ് ഗ്യാസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ് ലാഫിംഗ് ഗ്യാസ്. ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ്. ദിസ് മെഡിക്കൽ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ന്യൂമറസ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. നിരവധി ആയിട്ടുള്ള സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ നമ്മൾ നൈട്രസ് ഓക്സൈഡ് ഉപയോഗിക്കുന്നു. Then, as both are anesthetic and analgesic situations, അതായത് അനസ്തെറ്റിക് നമ്മൾ കൊടുക്കില്ല, അനസ്തേഷ്യ കൊടുക്കുന്നതിലും അതുപോലെ തന്നെ അനലജസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, വേദന പെയിൻ ഫ്രീ അല്ലെങ്കിൽ എന്താ പറയാ ഒരു വേദന സംഹാരി അല്ലെങ്കിൽ ഒരു സഡേഷൻ ഒക്കെ നമ്മൾ കൊടുക്കില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നൈട്രസ് ഓക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, ബോത്ത് അനസ്തെറ്റിക് ആൻഡ് അനലജസിക്. ഓക്കെ, ലാഫിംഗ് ഗ്യാസ് എന്നാണത് അറിയപ്പെടുന്നത്. പെയിൻ കില്ലർ പോലെ, അതായത് ഒരു വേദന സംഹാരി, അതായത് നമുക്കൊരു മയക്കം കിട്ടാനും സഡേഷൻസിനും മറ്റൊക്കെയാണ് നമ്മൾ നൈട്രസ് ഓക്സൈഡ് കൊടുക്കുന്നത്. വളരെ ചെറിയൊരു മെഡിക്കൽ ഗ്യാസ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ. ഇഷ്ടപ്പെട്ടില്ലേ? ലാഫിംഗ് ഗ്യാസ് എന്നറിയപ്പെടുന്നു. ചെറിയൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം, വാക്വം. വാക്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വാക്വം ക്ലീനറൊക്കെ പോലെ ഇവിടെ നമുക്ക് നോക്കാം. പൈപ്ഡ് മെഡിക്കൽ സർജിക്കൽ വാക്വം സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ പേഷ്യന്റ് ഡ്രെയിനിങ്, ആസ്പിരേഷൻ ആൻഡ് സക്ഷൻ. എന്ത് ഡ്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് വെച്ചാൽ ഊറ്റിയെടുക്കുക, അല്ലെങ്കിൽ ആസ്പിരേഷൻ വലിച്ചെടുക്കുക, സക്ഷൻ എന്ന് വെച്ചാലോ നമ്മള് സക്ഷൻ ചെയ്യുക എന്ന് വെച്ചാൽ ഇതുപോലെ വലിച്ചെടുക്കുക എന്നുള്ളൊരു മീനിങ്. അതിനൊക്കെയാണ് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നത്. This means that medical vacuum in a hospital support suction equipment. ഇതൊരു സക്ഷൻ എക്യുപ്മെന്റ് ആയിട്ടാണ് നമ്മൾ വാക്വം ഉപയോഗിക്കുന്നത്. വാക്വം പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും ഡെന്റൽ ക്ലിനിക്കിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ. പല്ലിന് എന്തെങ്കിലും പല്ലുവേദനയോ പല്ലെടുക്കാനോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഡെന്റൽ ക്ലിനിക്കിൽ പോയിട്ടുണ്ടാവില്ലേ? പോയിട്ടുണ്ടോ? പോകാത്തവരുണ്ട് ആരെങ്കിലും? പോയിട്ടുണ്ട്. ഈ ഡെന്റൽ ക്ലിനിക്കില് നമുക്ക് ഈ പല്ലിന്റെ പോകാൻ വരുമ്പോൾ നമ്മൾ അടക്കാനൊക്കെ പോകുമ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യും, റൂട്ട് കനാൽ എന്ന് പറഞ്ഞിട്ട്. ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? റൂട്ട് കനാൽ പ്രോസസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? അറിയാം, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ ഹോള് ക്ലീൻ ചെയ്യാറുണ്ട്. അതായത് അവിടെ ഇങ്ങനെ
രണ്ട് എക്യുപ്മെന്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന പൈപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു എക്യുപ്മെന്റ് ആണ്. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചീറ്റിച്ചിട്ട് നമ്മുടെ പല്ലിന്റെ ഉള്ളില് ആ ഹോളിലുള്ള അഴുക്കുകളും അല്ലെങ്കിൽ സ്പ്രേ പോലെ നമുക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യും, വേറൊരു മെഷീൻ വെച്ചിട്ട് അടുത്തൊരു ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, അതിനെ ക്ലീൻ ചെയ്യും, വലിച്ചെടുക്കും. അപ്പൊ നല്ല ഡ്രൈ ആയിട്ടിരിക്കും ആ പല്ലിന്റെ ഹോള് അല്ലേ? ഓർക്കുന്നുണ്ടോ ചെയ്തത്? അതായത് നമ്മൾ ക്ലീൻ ചെയ്യും. ജസ്റ്റ് ഒരു സ്പ്രേ പോലെ വെള്ളം ചുറ്റിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ആ ഹോളിനുള്ളിൽ ഇങ്ങനെ അവര് ക്ലീൻ ചെയ്യും. ഇത് ചെയ്തിട്ട് അവർ സക്ഷൻ ചെയ്യും. സക്ഷൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നീറ്റ് ആക്കും, ഡ്രൈ ആക്കും. എന്നിട്ട് വേണം അടുത്ത പ്രോസസ് അവർക്ക് ചെയ്യാനായിട്ട്. അല്ലെ, ചെറിയൊരു പേസ്റ്റ് പോലത്തെ സംഭവം ഇല്ലേ, അതിക്ക് മുന്നായിട്ട് അവർ സക്ഷൻ വെച്ചിട്ട് ക്ലീൻ ആക്കും. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിൽക്കുന്ന ഡോക്ടർ ഉണ്ടാവും, ഡോക്ടറിന്റെ കൂടെ അസിസ്റ്റന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഡോക്ടർ അസിസ്റ്റന്റിനോട് പറയും സക്ഷൻ സക്ഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാൻ പറ്റിയ അവസ്ഥയിലായിരിക്കില്ല എങ്കിലും അല്ലെ, സക്ഷൻ എടുക്കുന്ന പറയാറുണ്ട് അല്ലെ. അതാണ് സക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിച്ചെടുക്കുക. ഈ ക്ലീൻ ചെയ്ത് ഫ്ലൂയിഡ്സ് മറ്റതിനൊക്കെ നമ്മള് സക്ക് ചെയ്തിട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സക്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മള് ഒരു സ്പ്രേ പോലെ ചെറിയൊരു ഇത് വെള്ളം പോലത്തെ നല്ല ചീറ്റിച്ചിട്ട് അവർ ക്ലീൻ ചെയ്യും. ആ ഹോള് മൊത്തം ക്ലീൻ ചെയ്തതിനു ശേഷം സക്ഷൻ അടിക്കും. സക്ഷൻ ചെയ്യുമ്പോൾ അതിങ്ങോട്ട് വലിച്ചെടുക്കും. ഒരു സ്പ്രേ പോലത്തെ ഒരു ടൈപ്പ് ആണ് അല്ലെ, ചെറിയൊരു എയർ പോലെ നമുക്ക് തോന്നുള്ളൂ. അപ്പൊ അത് അവിടെ എന്താവും, ഡ്രൈ ആവും. എന്നിട്ട് അവർ എന്ത് ചെയ്യും, അടുത്ത പ്രോസസ് ചെയ്യും. അങ്ങനെ വീണ്ടും അവിടെ ക്ലീൻ ചെയ്യും, സക്ഷൻ ചെയ്യും. അങ്ങനെ 2-3 റൗണ്ടായിരിക്കും ചെയ്യുന്നത്. ഈ റൂട്ട് കനാൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും. ആണോ? ഇപ്പൊ ഡോക്ടർ സക്ഷൻ എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടാവണേ. ക്ലിയർ ആയോ? സംഭവം എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നാഡി ഫ്ലൂയിഡ്സിനെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലഡ് ഒക്കെ അത് ക്ലീൻ ചെയ്തിട്ട് അതിന് ഡ്രൈ ആക്കുക, അതായത് വലിച്ചെടുക്കുക. അവിടുത്തെ വെള്ളം ജലാംശമൊക്കെ മാറ്റിയിട്ട് വേണം അടുത്ത പ്രോസസ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്തെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയോ സക്ഷൻ എന്താണെന്ന്? ഡെന്റൽ ക്ലിനിക്കിന്റെയാണ് നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞത്. ഓക്കെ, then vacuum will vary across the pipeline. പല പൈപ്പ്ലൈനിൽ കൂടിയാണ് വാക്വം ലഭിക്കുന്നത്. But is commonly maintained around -75 kilopascal. അതായത് പല നമ്മൾ ആ ഒരു അളവാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പല രീതിയിലും അതിന്റെ വാക്വത്തിന്റെ പ്രഷർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രഷർ വരുന്നതിനുള്ള പ്രഷർ. പക്ഷെ കോമൺ ആയിട്ട് നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറൌണ്ട് -75 kilopascal ആണ്. നമ്പർ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കൂ. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതണം, റൗണ്ട് ചെയ്തതാട്ടോ. -75 kilopascal. ഓക്കെ, ക്ലിയർ ആണോ? കൂടി വായിക്കാം. വാക്വം piped medical surgical vacuum system is used for patient draining, aspiration and suction. This means that medical vacuum in a hospital supports suction equipment. Vacuum will vary across the pipeline but is commonly maintained around -75 kilopascal. Okay, suction എന്താണെന്ന് ക്ലിയർ ആയോ? സക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞപ്പോ കുറച്ചും കൂടി ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ലാസ്റ്റ് മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് കംപ്രസ്ഡ് എയർ. നോക്കാം, പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് കംപ്രസ് ചെയ്തിരിക്കുന്ന ഒരു മെഡിക്കൽ എയർ ആണത്. നോക്കാം, കംപ്രസ്ഡ് വാക്യത്തിന്റെ കളറേ നൈട്രസ് ഓക്സൈഡിന്റെ കളർ നിങ്ങൾ എഴുതിയായിരുന്നോ? നൈട്രസ് ഓക്സൈഡിന്റെ കളറ് പറഞ്ഞോ നമ്മള്. നൈട്രസ് ഓക്സൈഡ് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ കളർ. അതുപോലെ വാക്വം പറഞ്ഞു നമ്മള്. വാക്വത്തിന്റെ കളറ് യെല്ലോ കളറാണ് കേട്ടോ. യെല്ലോ കളർ. Okay, then seventh one, compressed air. ഇനി നമുക്ക് അടുത്ത് നോക്കാം, compressed air. Compressed air used for both medical and non-medical purpose. മെഡിക്കൽ പർപ്പസിനും അതുപോലെ തന്നെ നോൺ മെഡിക്കൽ പർപ്പസിനും കംപ്രസ് ചെയ്തിട്ടുള്ള എയർ പ്യൂർ ആയിട്ടുള്ള ഒരു എയർ ആണ്. മെഡിക്കൽ യൂസ് ഇൻക്ലൂഡ്സ് അണ്ടർലൈൻ ചെയ്യാം. മെഡിക്കൽ പരമായിട്ട് നമ്മൾ കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത് ലബോറട്ടറി വർക്ക്, ഇൻഹലേഷൻ തെറാപ്പി ആൻഡ് കവറിംഗ് ഓഫ് സർജിക്കൽ ടൂൾസ്. ഈ 3 കാര്യങ്ങൾക്കാണ്
മെഡിക്കൽ പരമായിട്ട് കംപ്രസ്ഡ് എയർ ഉപയോഗിക്കുന്നത്. ലബോറട്ടറി വർക്കിനും ഇൻഹലേഷൻ ശ്വസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ സർജിക്കൽ ടൂൾസിന്റെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസസ് ആണ് നോക്കിയത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 7 മെഡിക്കൽ ഗ്യാസ് ഒന്ന് വായിക്കാം, വായിച്ചു നോക്കാം കേട്ടോ. ഓരോന്നും മനസ്സിലാക്കി വായിക്കാം. നിങ്ങൾ ബൈ ഹാർട്ട് ആയി ഒരിക്കലും വായിക്കരുത്, അത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അത് വായിക്കാം. ഓക്കെ, 5 മിനിറ്റ് സമയം തരാം, നിങ്ങളൊന്ന് വായിക്കാം. 7 മെഡിക്കൽ ഗ്യാസ് വായിക്കാം കേട്ടോ. നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ സെക്ഷൻ ആണ് കേട്ടോ ഇത്. കളറാണ് മെഡിക്കൽ എയറിന്, സോറി കംപ്രസ്ഡ് എയറിന് കളർ പറയുന്നില്ല കേട്ടോ. കളർ അങ്ങനെ ഡിഫൈൻ ചെയ്യുന്നില്ല. പറയുന്നത് സ്റ്റക്ക് ആവണുണ്ടോ? ഓക്കെ, ഓക്സിജൻ കളർ വൈറ്റ് കളർ കേട്ടോ, വൈറ്റ്. സ്റ്റക്ക് ഇടയ്ക്ക് ആവണുണ്ട്. ഓക്കെ ഓക്കെ, ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് വണ്ടി കളർ പ്രത്യേകം മെൻഷൻ ചെയ്യണില്ല കേട്ടോ. പെട്ടെന്ന് വായിക്കാം കേട്ടോ. 7 മെഡിക്കൽ ഗ്യാസസ് ഒന്ന് വായിക്കാം, എന്നിട്ട് വേണം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ. അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകം പഠിച്ചു വെക്കാട്ടോ. അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വായിച്ച് പഠിക്കാം. കംപ്ലീറ്റ് ആയോ? വായിച്ചില്ലാവരും? സെവൻ ടൈപ്പാണ് എടുത്തത്. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നമ്മള് 7 ടൈപ്പ് ഓഫ് മെഡിക്കൽ ഗ്യാസ് ആണ് നോക്കിയത്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. സിസ്റ്റം കമ്പോണൻസ് ഓഫ് എ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അതായത് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ, കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് ചെറിയ രീതിയിൽ പഠിക്കാനുണ്ട്. ദെൻ അപ്പോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ 6 ഘടകങ്ങളാണ് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സോഴ്സ് ഓഫ് സപ്ലൈ, സ്രോതസ്സുകൾ അല്ലെ, വിതരണം ചെയ്യുന്ന സ്രോതസ്സുകൾ. സെക്കൻഡ് വൺ, പൈപ്പിംഗ് നെറ്റ്വർക്ക്, ഡിസ്ട്രിബ്യൂഷൻ, അതായത് പൈപ്പിംഗ് നെറ്റ്വർക്കുകൾ വഴിയാണല്ലോ നമുക്ക് മെഡിക്കൽ ഗ്യാസ് ലഭിക്കുന്നത്.
Then valves. Valve എന്ന് വെച്ചാൽ എന്തിനാണ്? കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. വാർണിംഗ് ആൻഡ് അലാം സിസ്റ്റംസ്. വാർണിംഗ്സ് മോണിറ്റർ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അലാറം സിസ്റ്റംസുകൾ. ഔട്ട്ലെറ്റ് ആൻഡ് ഇൻലെറ്റ് സപ്ലൈ, ഗ്യാസസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റുകളും ഇൻലെറ്റുകളും. Then secondary equipment, മറ്റു ദ്വിതീയ ഉപകരണങ്ങൾ. ഇങ്ങനെയുള്ള 6 ഘടകങ്ങളാണ് ഒരു സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റത്തിന് ഉള്ളത്. ഇനി അവ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് സോഴ്സസ്. നോക്കാം. Sources are reserves that generate the flow of a medical gases through piping networks like manifold system. അതായത് മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള പൈപ്പ് ലൈൻ നെറ്റ്വർക്കുകളെയാണ് നമ്മൾ സോഴ്സസ് എന്ന് പറയുന്നത്. സ്രോതസ്സുകൾ, അതായത് ഗ്യാസ് ലഭിക്കുന്ന സ്രോതസ്സുകൾ, മാനിഫോൾഡ് സിസ്റ്റങ്ങൾ പോലുള്ള സ്രോതസ്സുകൾ. ഇനി എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് അടുത്തതിൽ പറയുന്നുണ്ട്. നോക്കാം. മാനിഫോൾഡ് സിസ്റ്റം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അറിയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ ക്ലാസ് കേട്ടിരിക്കുക കേട്ടോ. മാനിഫോൾഡ് സിസ്റ്റം എന്താണ്? മാനിഫോൾഡ് സിസ്റ്റം നോക്കാം. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രോജക്ട്സും ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യാം കേട്ടോ. നോക്കാം. ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാത്തൊരു ഏരിയയാണ്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സുകളാണെങ്കിൽ എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് ഉണ്ടാകും. ഇപ്പൊ ഒരു ICU ആണെങ്കിലും വെന്റിലേറ്റർ ആയിക്കോട്ടെ, ചെറിയൊരു അറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും? നമ്മളിങ്ങനെ ഓക്സിജൻ പൈപ്പ് ലൈനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ കൂടുതൽ യാതൊരു അറിവ് ഉണ്ടാവാൻ വഴിയില്ല അല്ലെ. സോ അതുകൊണ്ട് നമുക്ക് അറിയില്ലാത്തൊരു സെക്ഷൻ ആണ്. അപ്പൊ അതിനാൽ ഇത് കുറച്ച് എഫോർട്ട് എടുത്ത് പഠിക്കുകയും ചെയ്യണം നിങ്ങൾ. നമുക്ക് വേറെ എക്സാമ്പിൾ വെച്ചൊന്നും പറയാൻ പറ്റുന്നൊരു ഏരിയ അല്ല അത്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാറുണ്ട്. മാക്സിമം കണക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ. അപ്പോ എന്താണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് നോക്കാം. It contains high pressure cylinders on 2 banks. ഇതൊരു ഹൈ പ്രഷർ സിലിണ്ടറുകളാണ്. ഒരു സിലിണ്ടർ അല്ല, 2-3 സിലിണ്ടറിൽ ചേർന്നിട്ടുള്ള ഭയങ്കര ഒരു ഹൈ പ്രഷർ ആണ് അതിൽ നിന്ന് വരുന്നത്. ഓൺ 2 banks, 2 സൈഡുകളുണ്ട്. 2 സൈഡുകളിലായിട്ട് ഹൈ പ്രഷറുള്ള സിലിണ്ടറുകളാണ് നിൽക്കുന്നത്. അതിനെയാണ് മാനിഫോൾഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. One is a backup to other beside. അതായത് ഒരു സൈഡ് മറ്റൊന്നിനോട് കണക്റ്റഡ് ആണ്. 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. The control panel is installed for primary and secondary regulator, pressure regulators and warning lamps. അതായത് ഇതിലൊരു കൺട്രോൾ പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പാനൽ ഇങ്ങനെയുള്ള ഒരു മാനിഫോൾഡ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രഷർ, അതിന്റെ മർദ്ദം വേരിയേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺട്രോൾ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നു. Then അതുപോലെ തന്നെ പ്രഷർ റെഗുലേറ്റേഴ്സ്, അതുപോലെ വാർണിംഗ് ലാംപ്സും ഇതിന്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പ്രഷർ റെഗുലേറ്റേഴ്സ്, നമ്മുടെ വീട്ടിലൊക്കെ ഫാനുകൾക്ക് റെഗുലേറ്റർ ഇല്ലേ? ഉണ്ടോ? ഫാനുകൾക്ക് റെഗുലേറ്റർ ഇല്ലേ? ഫാനിന്റെ സ്വിച്ചിന്റെ അടുത്ത് തന്നെ ഒരു റെഗുലേറ്റർ ഇല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെഗുലേറ്റർ? വല്ല ഉപകാരം ഉണ്ടോ? അതിന് എന്തെങ്കിലും പർപ്പസ് ഉണ്ടോ? സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും 4-ലിട 5-ലിട 1-ലിട അല്ലെ, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാനാണ്. അപ്പൊ ഇവിടെ ഒരു പ്രഷർ റെഗുലേറ്റർ ഉണ്ട്. ഇവിടുത്തെ അതായത് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് വരുന്ന ഗ്യാസിന്റെ പവർ, അതിന്റെ ഒരു പ്രഷറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രഷർ റെഗുലേറ്റേഴ്സും അതുപോലെ വാർണിംഗ് ലാംപ്സ് ഉണ്ടെന്ന്. അതായത് ചെറിയ ലൈറ്റുകൾ, ഈ മറ്റേ ഇപ്പോ റെഡ് ലൈറ്റ് ഒക്കെ കത്തുമ്പോൾ അത് ഭയങ്കര വാർണിംഗ് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഗ്രീൻ ലൈറ്റ്, അതുപോലെയുള്ള ഒരു വാർണിംഗ് ലാംപ്സുകളും ഇതോടൊപ്പം തന്നെ ഈ ഒരു മാനിഫോൾഡ് സിസ്റ്റത്തിന് ഉണ്ട്. ഓക്കെ, ഇതുകൂടി നോക്കാം. മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ പ്രഷർ സിലിണ്ടർ ആണ്. അതിന് 2 സൈഡുകളുണ്ട്. ദെൻ ഒന്ന് മറ്റൊന്നിലേക്ക് കണക്റ്റഡ് ആണ്. ദെൻ അതിലൊരു കൺട്രോൾ പാനൽ ഉണ്ട്. ഓക്കെ, പിക്ചർ കാണിച്ചു തരാം കേട്ടോ. പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും. പറയുന്നതിനെ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് പിക്ചർ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിക്ചർ കൂടി കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് പൈപ്പിംഗ് നെറ്റ്വർക്ക്. അടുത്തത് കൂടി ഒന്ന് നോക്കാം. എന്നിട്ട് പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, പൈപ്പിംഗ് നെറ്റ്വർക്ക് കേട്ടോ. അടുത്തത് പൈപ്പിംഗ് നെറ്റ്വർക്ക് ആണ്. ഇപ്പൊ പൈപ്പ് ലൈനുകളിൽ കൂടിയാണ് നമ്മൾക്ക് മെഡിക്കൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. നോക്കാം. മെഡിക്കൽ ഗ്യാസസ് ആൻഡ് വാക്യൂം ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ പൈപ്പ് ലൈൻ ഡിസ്ട്രിബ്യൂഷൻ. മെഡിക്കൽ ഗ്യാസും വാക്യൂം ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പൈപ്പ് ലൈനിലൂടെയാണ്. സിസ്റ്റം ടു പ്രൊവൈഡ് ഗ്യാസ് ഓഫ് വാക്യൂം അറ്റ് ദ എൻഡ് പോയിന്റ് ഓഫ് ടെർമിനൽ യൂണിറ്റ്സ്.
അതിലൊരു എൻഡ് പോയിന്റോ ടെർമിനൽ യൂണിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ യൂണിറ്റിലോട്ടും ഓരോ ഏരിയയിലേക്ക് കാഷ്വാലിറ്റിയിലേക്കോ ഐസിയിലേക്കോ വെന്റിലേറ്ററോ അങ്ങനെയുള്ള ഓരോ ഏരിയയിലേക്കും നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. The terminal units may be either wall mounted or pendant mounted. രണ്ട് ടൈപ്പിൽ നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് അത് നമുക്ക് വെക്കാവുന്നത്. അതായത് ഒന്ന് വാൾ മൗണ്ടഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭിത്തിയോട് നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഈ സിലിണ്ടർ. അല്ലെങ്കിൽ പെൻഡന്റ് മൗണ്ടഡ്. എന്താ പെൻഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻഡന്റ് കേട്ടിട്ടുണ്ടോ? പെൻഡന്റിന്റെ മീനിങ് എന്താ? പെൻഡുലെന്ന് വെച്ചാൽ എന്താണ്? തൂക്കിയിടുക അല്ലെങ്കിൽ ആടുന്ന എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ തൂക്കിയിടുന്ന ടൈപ്പിലും നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാൾ മൗണ്ടഡ് ആയിട്ട് ഭിത്തിയിനോട് ചേർന്നും നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. ഇനി ഹൈ ക്വാളിറ്റി കോപ്പർ ഷുഡ് ബി യൂസ്ഡ് ടു മേക്ക് പൈപ്പ്. അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. ഈ നമ്മൾ പറഞ്ഞ ഗ്യാസ് ലൈനിന്റെ പൈപ്പ് ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ്. എക്സാമിൽ ചോദിക്കാനോ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് മെഡിക്കൽ ഗ്യാസിന്റെ പൈപ്പ് ലൈനുകൾ നിർമ്മിച്ചിരിക്കുന്നത്? കോപ്പർ. ഓക്കെ. Moreover, pipes should be protected against physical damage and corrosion and color coded in keeping with the gas content. സോ നമ്മൾ ഹൈ ക്വാളിറ്റി ഉള്ള കോപ്പറിനാണ് നിർമ്മിച്ചതിനാൽ ഫിസിക്കൽ ഡാമേജസ് ഒന്നും ഈ പൈപ്പ് ലൈൻ ഉണ്ടാവില്ലാണ്. അതുപോലെ തന്നെ കോറോഷൻ വെച്ചിട്ടുള്ള നമ്മളുടെ തുരുമ്പെടുക്കലോ അങ്ങനെയുള്ള കേസസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കളർ കോഡഡ് ഇൻ കീപ്പിംഗ് വിത്ത് ഗ്യാസ് കണ്ടന്റ്. ഓരോ ഗ്യാസ് കണ്ടന്റും അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടേഴ്സും അതിൻ്റെതായിട്ടുള്ള ഓരോ കളർ കോഡുകൾ വെച്ചിട്ടായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും നമ്മൾ പറഞ്ഞു ഓക്സിജൻ സിലിണ്ടർ എന്ത് കളറാണ്? വൈറ്റ് കളറിലായിരിക്കും ഓക്സിജൻ സിലിണ്ടർ കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. കാരണം അതിന്റെ കളർ വൈറ്റ് ആണ്. സോ അങ്ങനെ കളർ കോഡുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പൈപ്പിംഗ് നെറ്റ്വർക്സിൽ പറയുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, വാൾ മൗണ്ടഡും ഉണ്ട്, പെൻഡന്റ് മൗണ്ടഡും ഉണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അവിടെ വരെ ഒന്ന് വായിക്കാം, എന്നിട്ട് പിക്ചർ ഒന്ന് കാണിച്ചു തരാം, ക്ലിയർ ചെയ്യാം കേട്ടോ. പിക്ചർ കൂടി കാണിക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സോഴ്സസ് കേട്ടോ, സിസ്റ്റം കോമ്പോണൻസ് വായിക്കാം. അതിൽ നമ്മൾ രണ്ട് കോമ്പോണൻസ് ആണ് പറയുന്നത്, സോഴ്സസ്, പൈപ്പിംഗ് നെറ്റ്വർക്സ്. ഓക്കെ, വായിക്കാം. ആറ് ഘടകങ്ങൾ ആദ്യം വായിക്കാം. അതില് രണ്ട് ഘടകങ്ങളാണ്, ഫാക്ടറുകളാണ്, കോമ്പോണൻസ് ആണ് പറഞ്ഞത് കേട്ടോ. മാനിഫോൾഡ് സിസ്റ്റം ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ അത് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. അത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കേട്ടോ. സിമ്പിൾ ആണത്. അതായത് ഒരു ഹൈ പ്രഷർ സിലിണ്ടർ ആണ്. രണ്ട് സൈഡുകളും സിലിണ്ടറുകൾ ഉണ്ട്. ഒന്ന് മറ്റൊന്നിൽ നിന്നും കണക്റ്റഡ് ആണ്. ഒരു കൺട്രോൾ പാനൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സ് ഉണ്ട്, വാർണിംഗ് ലാംപ്സുകളും ഉണ്ട്. നിങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ. പിക്ചർ കാണിച്ചു തരാം കേട്ടോ. വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം കേട്ടോ നിങ്ങള്.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു എല്ലാവരും. സോഴ്സസും പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, ദെൻ മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, ദെൻ നമുക്ക് മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ശേഷം നമുക്ക് പിക്ചേഴ്സ് ഒക്കെ നോക്കാം. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് വാൾവ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ വാൾവുകളൊക്കെ അറിയാൻ പറ്റും. വാൾവൊക്കെ നമുക്ക് ക്ലോസ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ? നമ്മൾ ആ കാര്യം ആലോചിക്കുക. നമ്മുടെ വീട്ടിലുള്ള വാൽവുകൾ ഇപ്പൊ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം നമ്മൾ വാട്ടർ ടാങ്ക് വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ വാൽവൊക്കെ ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ? നോക്കാം. There are two types of valves. ഇവിടെ നമുക്ക് മെഡിക്കൽ ഗ്യാസസിലെ വാൽവ്സിൽ രണ്ട് ടൈപ്പ് വാൽവുകളാണ് നമുക്കുള്ളത്. ഫസ്റ്റ് വൺ സോൺ വാൽവ്, സെക്കൻഡ് വൺ സർവീസ് വാൽവ്. സോൺ വാൽവ് ഉണ്ട്, സർവീസ് വാൽവ് ഉണ്ട്. Zone valves are used to underline ചെയ്യാം. Zone valves are used to isolate large parts of the system. സോൺ വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിന്റെ വലിയ ഭാഗങ്ങളെ വേർതിരിക്കുന്നു. വലിയ വലിയ സെക്ഷനുകൾ വേർതിരിക്കാനാണ് നമ്മൾ സോൺ വാൽവ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എന്തൊക്കെയാണ് എക്സാമ്പിൾ? റൂം ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് ഓർ റിപ്പയർ. ഇപ്പോ റൂമുകളിലെ മോഡിഫിക്കേഷനോ റിപ്പയർ ഒക്കെ ചെയ്യാനാണെങ്കിൽ ഈ സോൺ വാൽവ് ആയിരിക്കും നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, വലിയ വലിയ ഏരിയയിലാണ് നമ്മൾ ഈ സോൺ വാൽവ് ഉപയോഗിക്കുന്നത്. സെക്കൻഡ് വൺ, zone valves are installed on corridors, walls and should be labeled to indicate the room that they control. സോൺ വാൽവ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കോറിഡോർസിലാണ്. അതായത് ഇടനാഴികളുടെ മതിലുകളിലെ ചെറിയ വഴി പോലെ ഉണ്ടാവില്ല. ഇപ്പൊ വാർഡൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഏരിയ പോലെ നടക്കാനായിട്ടുള്ള ചെറിയൊരു ഇടവഴി പോലെ ഉണ്ടാകും. അപ്പൊ അതിന്റെ വാൾസിലൊക്കെയാണ്, അതായത് അതിന്റെ മതിലോട് ചേർന്നിട്ടുള്ള ഭിത്തിയിലൊക്കെയാണ് നമ്മള് സോൺ വാൽവ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സോൺ വാൽവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ് റൂം ദാറ്റ് കൺട്രോൾ. അപ്പൊ ഓരോ റൂമിലേക്ക്, ഓരോ സോണിലേക്ക് നമ്മൾ സോൺ വാൽവ് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ എന്തെങ്കിലും പണി നടത്താനോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും? വാൽവ് ക്ലോസ് ചെയ്യും, ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഫർദർ ഫോർ സർവീസ് വാൽവ് ആർ യൂസ്ഡ് ടു ഐസൊലേറ്റ് സർട്ടൻ പാർട്ട് ഓഫ് ദ സിസ്റ്റം ഫോർ മോഡിഫിക്കേഷൻ ആൻഡ് റിപ്പയർ. പക്ഷെ സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർട്ടൻ ആയിട്ടുള്ള ചെറിയ പാർട്സ്, സിസ്റ്റത്തിന്റെ ചെറിയ ചെറിയ പാർട്സിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യാനാണ് സർവീസ് വാൽവ് ഉപയോഗിക്കുന്നത്. Therefore, they are accessible by the clinical staff. ഈ സർവീസ് വാൽവ് കൺട്രോൾ ചെയ്യാനും മറ്റും ഒരു ക്ലിനിക്കൽ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. സോൺ വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓരോ സോണിലെയും കാര്യങ്ങൾ, അതായത് വലിയ ഭാഗങ്ങൾ വേർതിരിക്കുക. അതുപോലെ തന്നെ കോറിഡോർസിന്റെ നടുവിലൊക്കെ ആയിട്ടായിരിക്കും ഈ വാൽവ് ഉള്ളത്. അപ്പോ അറ്റകുറ്റപ്പണികളൊക്കെ മറ്റും നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വാൽവാണ് ക്ലോസ് ചെയ്തിട്ട് മോഡിഫിക്കേഷനോ റിപ്പയർ പണികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് വാൽവാണ്, സോണും അല്ലെങ്കിൽ സർവീസ് വാൽവ്. വായിച്ചത് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ വാൽവ്, നമ്മുടെ വീട്ടിലുള്ള ഈ വാൽവിന്റെ കാര്യം ആലോചിക്കുക. നമ്മൾ ടാപ്പ് ചിലപ്പോ വെള്ളം കയറാനൊക്കെ ആയിട്ടുമ്പോ ഒരു വാൽവ് നമ്മൾ പൊട്ടും അല്ലെ? അപ്പൊ അത് ഡയറക്റ്റ് വെള്ളമൊക്കെ കയറാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കണക്ട് ചെയ്തിട്ട് ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഇത് ഈ രീതിയിൽ തന്നെ നമുക്കത് വായിച്ചു പോകാൻ പറ്റുള്ളൂ. മാക്സിമം നമ്മള് പറ്റുന്നതിന് നമ്മൾ കണക്ട് ചെയ്തിട്ടൊക്കെ നമുക്കൊന്ന് പറയാൻ ശ്രമിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വാൽവുകൾ ഒന്ന് വായിക്കാം. അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. വായിച്ചു നോക്കാം. വായിച്ച് വാൽവുകള് രണ്ടെണ്ണം ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. സോണും സർവീസും.
കഴിച്ചോ? അപ്പോ സിസ്റ്റം കോമ്പോണൻസില് 3 കോമ്പോണൻസ് നമ്മൾ പറഞ്ഞു, സോഴ്സസും പൈപ്പിംഗ് വാൽവ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? വായിച്ചിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് അതിന്റെ പിക്ചർ ഒന്ന് കാണാം കേട്ടോ. നോക്കാം. സ്ക്രീനിൽ പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ കണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഒരു മാനിഫോൾഡ് സിസ്റ്റം എന്ന് പറയുന്നത്. മാനിഫോൾഡ് സിസ്റ്റം നമ്മൾ പഠിച്ചില്ലേ? മാനിഫോൾഡ് സിസ്റ്റം എന്താണ്? ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ആണ്. 2 ബാങ്ക്സ് ഉണ്ട്, 2 സൈഡുകളിലും സിലിണ്ടേഴ്സുകൾ ഉണ്ട്. കണ്ടോ? 2 സിലിണ്ടറുകളും കണക്റ്റഡ് ആണ്, പൈപ്പ് ലൈനുകൾ വഴി കണക്റ്റഡ് ആണ്. ദെൻ റെഗുലേറ്റർ ഒക്കെ ഉണ്ട്. കണ്ടോ? നമുക്ക് ഒരു റെഗുലേറ്റർ പാനൽ ഉണ്ട്. ദെൻ ലാംസും കൂടി ഉണ്ട് കേട്ടോ. ലാംസ് എവിടെയോ ലാംസുകൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? റെഗുലേറ്റർ ആയിട്ടുള്ളത്, കാരണം അതിന്റെ പ്രഷർ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി സിസ്റ്റംസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഓരോ റൂമിലേക്കും മറ്റും ഈ ഒരു മാനിഫോൾഡ് സിസ്റ്റത്തിൽ നിന്നും നമ്മൾ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. 2 സൈഡുകളുണ്ട്, ഹൈ പ്രഷർ സിലിണ്ടേഴ്സ് ആണ്. ഓരോ സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൽ തീരുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിലിണ്ടറിൽ ഫുൾ ആണെങ്കിൽ അതിൽ നിന്നും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാസ് ഇതിൽ നിന്ന് നമുക്ക് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നു. പിക്ചർ നന്നായിട്ട് നോക്കാം കേട്ടോ. പിക്ചർ ഒന്ന് ക്ലിയർ ചെയ്തില്ല ഒരു മാനിഫോൾഡ് സിസ്റ്റം. ക്ലിയർ ആണോ? അവിടെ ചെറിയൊരു പ്രിക്കോഷൻസ് പോലെ പോസ്റ്റർ ഒക്കെ കൊടുത്തിരിക്കുന്നതല്ലോ, അതിന്റെ ഉപയോഗം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള പ്രോട്ടോകോൾസും കാര്യങ്ങളും ചെറിയൊരു പോസ്റ്റർ കണ്ടോ അതിന്റെ സൈഡില് മതിലും വെച്ചേക്കണോ? അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മെഡിക്കൽ ഗ്യാസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന് നമുക്ക് എങ്ങനെയെല്ലാം ഏതെല്ലാം രീതിയിലാണ് അതിന് നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടി ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയോ മാനിഫോൾഡ് സിസ്റ്റം? പിക്ചർ കണ്ടപ്പോ കുറച്ചും കൂടി ക്ലിയർ ആയോ? ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. നമുക്ക് പിക്ചർ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും. ഓക്കെ ആണോ? എല്ലാവരും കണ്ടില്ലേ പിക്ചർ? കണ്ടോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ, ഉറക്കത്തിലാണ് എല്ലാവരും. ഓക്കെ, ഇനി പിക്ചർ നോക്കാം. നമ്മള് വാൾവ്സില് പൈപ്പിംഗ് നെറ്റ്വർക്കില് 2 ടൈപ്പ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ വെക്കാന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് നമ്മൾ പറഞ്ഞു വാൾ മൗണ്ടഡ്, അതായത് ഭിത്തിയോട് ചേർത്ത് കൊണ്ട് സെറ്റ് ചെയ്യാം. അതാണ് ഈ ഒരു പിക്ചർ. കണ്ടോ? വാൾ മൗണ്ടഡ്, ഇതാണ് വാൾ മൗണ്ടഡ്. കണ്ടോ? ഭിത്തിയോട് ചേർന്നിട്ടാണ് നമ്മൾ ആ ഗ്യാസ് സിലിണ്ടേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ മൗണ്ടഡ്. ക്ലിയർ ആയോ? വാൾ മൗണ്ടഡ്. നെക്സ്റ്റ് നോക്കിയേ, ഇതാണ് പെൻഡന്റ് മൗണ്ടഡ് എന്ന് പറയുന്നത്. പെൻഡന്റ് ചെറിയൊരു മറ്റേ നമ്മള് ലൈറ്റുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ റൂമിലൊക്കെ, ലൈറ്റ് സെറ്റിംഗ്സ് ഒക്കെ തൂക്കിയിടുന്ന ലൈറ്റുകള്, അതിന്റെ ഒരു മോഡലാണ് ഏകദേശം, അല്ലെ? ഇതൊരു ഗ്യാസ് സിലിണ്ടർ ആണ് കേട്ടോ. കണ്ടോ? ഇതിൽ നിന്നാണ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് പെൻഡന്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പെൻഡന്റ് ആയിട്ട് തൂക്കിയിടുന്നത് മോഡല്. കണ്ടോ? പെൻഡന്റ്. ഇത് വാൾ മൗണ്ടഡ് ടൈപ്പ് ഗ്യാസ് സിലിണ്ടർ. ഇത് പെൻഡന്റ്. ക്ലിയർ ആണോ? രണ്ടും ഓക്കെ ആണോ? വാൾ മൗണ്ടഡും പെൻഡന്റ് മൗണ്ടഡും. ഓക്കെ, then
കഴിഞ്ഞ ക്ലാസ്സിലെ ട്രാക്ഷന്റെ പിക്ചർ കാണിക്കാന്ന് പറഞ്ഞില്ലേ? ചോദിച്ചില്ല ആരും? ട്രാക്ഷന്റെ 2 പിക്ചറുകൾ നമ്മള് മറന്നുപോയി പറഞ്ഞില്ലേ? ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ട് ആരും ഓർമ്മിപ്പിച്ചില്ല. അപ്പൊ ട്രാക്ഷന്റെ 2 ടൈപ്പ് ഓഫ് ട്രാക്ഷൻ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഓർമ്മയുണ്ടോ? 2 ടൈപ്പ് ഓഫ് ട്രാക്ഷൻ, സ്കിൻ ട്രാക്ഷനും സ്കെൽറ്റൻ ട്രാക്ഷനും അല്ലേ? അതിരിക്കുന്ന ഫസ്റ്റ് പിക്ചർ നോക്കിയേ, ഇത് ഏത് ടൈപ്പ് ആണ്? ഒന്ന് ഐഡന്റിഫൈ ചെയ്യാമോ? ഏത് ടൈപ്പ് ആയിരിക്കും? സ്കെൽറ്റൻ ആണോ സ്കിൻ ആണോ? ട്രാക്ഷൻ പിക്ചർ നോക്കാം. സ്കെൽറ്റൻ ആണോ സ്കിൻ ആണോ? പിക്ചർ ഇതാണ് സ്കിൻ ടൈപ്പ് ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? അതായത് സ്കിന്നിനോട് നമ്മൾ പറഞ്ഞിരുന്നില്ല പട്ടീസ് പോലത്തെ സംഭവം ചുറ്റിക്കൊണ്ട് അല്ലെ? അപ്പോ ഇത് ചുറ്റുന്നതിന് മുന്നായിട്ട് നമ്മുടെ കാലിനോട്, നമ്മുടെ സ്കിന്നിനോട് ചേർന്നിട്ട് കണ്ടോ ഒരു ഇഫക്റ്റീവ് ഒരു ട്രാക്ഷൻ ഫോഴ്സ്, ഒരു ചെറിയൊരു ലൈനർ പോലത്തെ ഒരു സംഭവം നമ്മൾ ഉള്ളിൽ വെക്കും. എന്നിട്ട് അതിന്റെ മേലെ കൂടിയാണ് നമ്മൾ ഇങ്ങനെ പട്ടീസ് പോലത്തെ സംഭവം ചുറ്റുന്നത്. അപ്പോൾ നമ്മുടെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് സ്കിന്നിനോട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഒടിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ചെയ്യാം, പെട്ടെന്ന് തന്നെ നേരാവും. അതുപോലെ തന്നെ ഈസി ആപ്ലിക്കേഷൻ ആണ്, പെട്ടെന്ന് തന്നെ റിമൂവൽ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് അത് അഴിച്ചു കളഞ്ഞാൽ മതിയല്ലോ. പിന്നെ എന്താണ് പറയുന്നത്? കോസ്റ്റ് എഫക്റ്റീവ് ആണത്, വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല അതില്. ഓക്കെ, പിന്നാണ് സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് സ്കെൽറ്റൻ ട്രാക്ഷൻ, അതായത് നമ്മൾ വെയിറ്റ് ഇട്ടൊക്കെ കിടക്കുന്ന പറയും. ഇപ്പൊ നടുവേദനയ്ക്ക് മറ്റുമൊക്കെ വെയിറ്റ് കിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ടൈപ്പ്, ഇതാണ് സ്കെൽറ്റൻ ട്രാക്ഷൻ. കണ്ടോ? മുട്ടിന്റെ ആ ഒരു എല്ലിന്റെ ഒരു ഭാഗമാണ് ഒടിവ് വന്നിരിക്കുന്നത്. സോ ആ ഒരു സൈഡ് ഒരു ചരിവ് പോലത്തെ ഒരു പ്രതലമാണ് അല്ലെ? സ്ട്രെയിറ്റ് അല്ലാതെ ഒരു ചരിഞ്ഞ ഒരു പ്രതലത്തിലൂടെ നമ്മൾ ട്രാക്ഷൻ ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടോ? ഇതാണ് സ്കെൽറ്റൻ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പിക്ചർ? ഇന്റഗ്രൽ മൗണ്ടഡ് ആണ്. വാൾ മൗണ്ടഡ് മാനിഫോൾഡ് സിസ്റ്റം. മാനിഫോൾഡ് സിസ്റ്റം ശരിക്കും ഒന്ന് പിക്ചർ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ അറിവില്ലെങ്കിലും പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും അല്ലെ? ഇപ്പൊ 2 ടൈപ്പ്, 2 സൈഡിലും 2 റാങ്സിലും സിലിണ്ടേഴ്സുകൾ ഉണ്ട്. അത് കണക്റ്റഡ് ആണ്. ദെൻ അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു മാനിഫോൾഡ് സിസ്റ്റം. നമ്മൾ കാണാത്ത ഏരിയയിലേക്ക് ആയിരിക്കാം മാനിഫോൾഡ് സിസ്റ്റം സ്ഥിതി ചെയ്യുന്നത് അല്ലെ? കാരണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വരുന്ന എൻട്രൻസിലോ ആ ഒരു ഏരിയയിലൊന്നും മാനിഫോൾഡ് സിസ്റ്റം എന്തായാലും ഉണ്ടാവില്ല. കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള, കാരണം നമുക്കറിയാം ഈ ഒരു മെഡിക്കൽ ഗ്യാസ് കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയാ ശ്രദ്ധയോട് വേണ്ടി കൈകാര്യം ചെയ്യാൻ. നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടറിൽ അതും കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധയോട് കൂടി തന്നെ വേണ്ടി നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് പറ്റും? ലീക്കേജ് സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, പൊട്ടിത്തെറി അപകടങ്ങളൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ് അവരിവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ? എന്തെല്ലാം രീതികളാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനൊരു റെഗുലേറ്റർ ഒക്കെ അല്ലെങ്കിൽ കൺട്രോൾ പാനൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപകടങ്ങളെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പിക്ചർ? എല്ലാ പിക്ചറും ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ നമ്മള് 2 പോയിന്റ്സ് 3 ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ഫാക്ടർ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഇത് അത്ര ക്ലിയർ ആണോ? ഇത് ഇച്ചിരി നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ക്ലാസ് കേൾക്കുക, പഠിക്കുക. നമ്മളുടെ ഭാഗത്ത് നിന്നും എഫേർട്ട് എടുത്ത് തന്നെ കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ പിക്ചറൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഐഡിയ ഒക്കെ കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇവിടുത്തെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്രയും നമ്മൾ എടുത്തത്ര ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചൊന്ന് മനസ്സിലാക്കി വെക്കാം, എങ്കിലേ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ലഭിക്കുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss.